ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒട്ടും വരക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും എളുപ്പത്തിൽ വരച്ചെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ കണ്ടാലോ. അതിനായിട്ട് കൈൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ മിഡിൽ ഫിംഗറിന് കുറച്ച് താഴായി സെൻറ്റർ വരുന്ന രീതിയിൽ രണ്ട് സൈഡിൽ നിന്നും ഓരോ ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ലൈനിന് താഴെയായിട്ട് അതുപോലെ തന്നെ ഒരു ലൈൻ കൂടെ വരച്ചെടുക്കുക. എന്നിട്ട് ആദ്യം വരച്ച ലൈനിന് മുകളിലൂടെ ഹംസ് വരച്ച് കൊടുക്കുക. അതിനുശേഷം ഈ ഹംസിന് മുകളിലായിട്ട് സ്പൈറൽ വരച്ച് കൊടുക്കുക. അങ്ങനെ സ്പൈറൽ വരച്ച് കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ 3 സ്പൈറൽസ് വരുന്ന രീതിയിൽ വേണം ഗ്യാപ്പിട്ട് വരച്ച് കൊടുക്കാൻ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും 3 സ്പൈറൽസ് വീതം വരച്ച് കൊടുക്കുക. അതിനുശേഷം ആദ്യത്തെ സ്പൈറൽ മുകളിലായിട്ട് ഹംസ് വരച്ച് കൊടുത്ത് ഫ്ലവർ വരച്ചെടുക്കുക. അതിനുശേഷം അടുത്ത സ്പൈറലിൻ്റെ മുകളിലായിട്ടും ഹംസ് വരച്ചെടുക്കുക. അങ്ങനെ ബാക്കി വരുന്ന എല്ലാ സ്പൈറൽസിനും ഇതുപോലെ ഹംസ് വരച്ച് ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തെടുക്കുക. ഫ്ലവേഴ്സൊക്കെ വരച്ചെടുത്ത ശേഷം ആദ്യം വരച്ച ഫ്ലവറിന് മുകളിലായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഫ്ലവറിൻ്റെ മുകളിലായിട്ട് ചുറ്റിലും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിനും ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം 2 ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ലീവ്സ് വരച്ച് കൊടുക്കുക. ലീവ്സ് വരച്ച് കൊടുക്കുമ്പോൾ 3 ലീവ്സ് വീതം വരച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സിൻ്റെ ഗ്യാപ്പിലും ലീവ്സിന് വരച്ചെടുക്കുക. ഇനി ഡിസൈനിൻ്റെ കുറച്ച് താഴെ 2 ലൈൻസ് ഇതുപോലെ വരച്ച് കൊടുക്കുക. അതിനുശേഷം ആ ലൈൻസിനുള്ളിലായിട്ട് ഒന്ന് ചെരിച്ച് ഇതുപോലെ ലൈൻസിനെ വരച്ചെടുക്കുക. എന്നിട്ട് അടുത്ത സൈഡിലും ഇതുപോലെ ലൈൻസ് കൊടുത്ത് കോളങ്ങൾ വരച്ചെടുക്കുക. അതിനുശേഷം ആ കോളത്തിനുള്ളിലായിട്ട് ചെറിയ സ്പൈറൽ വരച്ച് കൊടുക്കുക. അങ്ങനെ എല്ലാ കോളത്തിൻ്റെ 4 ഭാഗത്തും ഇതുപോലെ സ്പൈറൽ വരച്ച് കൊടുക്കുക. ഇങ്ങനെ എല്ലാ കോളത്തിലും സ്പൈറൽസ് വരച്ചെടുക്കുക. ആ സ്പൈറൽ വരച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാ ലൈനുകളിലും സ്പൈറൽസിൻ്റെ ഗ്യാപ്പിൽ ഓരോ ഡോട്ട്സ് വീതം ഇട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ഗ്യാപ്പിലും ഡോട്ട്സ് ഇട്ട് കൊടുത്ത ശേഷം ഡിസൈനിൻ്റെ താഴത്തെ ലൈനിൽ ഹംസ് വരച്ചെടുക്കുക. ഇങ്ങനെ കംപ്ലീറ്റ് ഹംസും വരച്ചെടുത്ത ശേഷം ആ ഹംസിന് മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ താഴ്ഭാഗത്തെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. ഇനി ഫിംഗർ ഡിസൈനാണ് ചെയ്യാനുള്ളത്. അതിനായിട്ട് ഫിംഗറിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ട് ഇതുപോലെ ചെരിഞ്ഞ 2 ലൈൻ വരച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിൽ നിന്നും ഇതുപോലെ ഓരോ ലൈൻസ് വീതം കൊടുത്ത് കോളങ്ങളാക്കി എടുക്കുക. എന്നിട്ട് ഓരോ കോളത്തിൻ്റെ ഉള്ളിലും 4 സൈഡിലും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സ്പൈറൽസ് വരച്ച് കൊടുക്കുക. അതിനുശേഷം സ്പൈറലിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പിലെ ലൈനിലൊക്കെ ഓരോ ഡോട്ട്സ് വീതം താഴെ കൊടുത്ത പോലെ തന്നെ ഇട്ട് കൊടുക്കുക.
അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഇതുപോലെ തന്നെ വരച്ച് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തെടുത്ത ശേഷം ഈ ഡിസൈനിൻ്റെ താഴ്ഭാഗത്ത് വരുന്ന ലൈനിൽ ഫുള്ളായി ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഡോട്ട്സ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടോ. കുറച്ച് എലമെൻറ്റുകൾ മാത്രം ഉപയോഗിച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു സിമ്പിൾ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ വീണ്ടും വരാം. ബൈ.